ആദ്യമൊക്കെ ഞാനുണ്ടല്ലോ മൈലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് അതിപ്പോൾ നെൽക്കോൺസ് ആണെങ്കിലും ഹെന്നാക്കോൺസ് ഒക്കെ ആണെങ്കിലും ഇതിലേക്ക് ഇടേണ്ട പല സാധനങ്ങളും ഉണ്ടാവും. അതിപ്പോൾ എല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയൊക്കെ എടുക്കുക. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് നെല്ലിക്കട് ഉണ്ടാക്കണം. അതിലേക്ക് യൂസ് ചെയ്യാനുള്ള ശർക്കര മാത്രം ഞാൻ വാങ്ങും. പിന്നെ അതിലേക്ക് യൂസ് ചെയ്യാനുള്ള പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുക്കും. അതായത് എനിക്ക് ഈ ശർക്കരന്റെ ചിലവ് മാത്രമേ ഉണ്ടാവൂ, ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഉമ്മ വാങ്ങിക്കൊണ്ടുവച്ചതായിരിക്കും എടുക്കുന്നത്. ചില സമയത്തൊക്കെ എൻ്റെ ഒടുക്കത്തെ മടി കാരണം എനിക്കിങ്ങനെ അടുപ്പത്ത് വിറകെല്ലാം കത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഗ്യാസ് സ്റ്റൗവിലായിരിക്കും മൈലാഞ്ചി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിലെല്ലാം കിട്ടുന്ന ലാഭം മൊത്തം ഞാൻ എടുക്കുകയും ചെയ്യും കേട്ടോ. ഉമ്മ വാങ്ങിക്കൊണ്ടാക്കുന്ന സാധനമൊക്കെ വെച്ചിട്ടാണല്ലോ ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഉമ്മ പറയാൻ ഇങ്ങനെയാണെങ്കിൽ എന്റെ ബിസിനസ് ഞാൻ നിർത്തിക്കുന്നൊക്കെ. പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് മൈലാഞ്ചി ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. കാരണം വീട്ടിലുള്ള ക്വാണ്ടിറ്റി മതിയാവൂല. കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ തന്നെ വാങ്ങി വെക്കണം മൈലാഞ്ചിന്റെ ആവശ്യത്തിനായിട്ട്. കാരണം ഇപ്പൊ ഈദിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ഓർഡർ ഷിപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് എനിക്ക്. ഇതിന്റെ ഷിപ്പിംഗ് ഇപ്പൊ ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു 3-4 ഷിപ്പിംഗ് അടുപ്പിച്ച് വെച്ചിട്ട് അതിൽ കംപ്ലീറ്റ് ഓർഡറും തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലിപ്പോ 2 ഡേ ഷിപ്പിംഗ് ഓർഡർ കംപ്ലീറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും 2 ഡേ ഷിപ്പിംഗ് കൂടി മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അതായത് മാർച്ച് 12 ഉള്ളിൽ തന്നെ ഞാൻ എല്ലാ ഷിപ്പിംഗും ക്ലോസ് ചെയ്യും. ഇനി ആരെങ്കിലും എൻ അക്കൗണ്ട്സ് നെൽ അക്കൗണ്ട്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മെസ്സേജ് ഓർഡർ കൺഫേം ചെയ്ത് വെച്ചോളി. ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി.